പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ ആദരണീയനായ ഷിബു ടോം വർഗീസ് അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ആനപ്പറമ്പാൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ബാവ തിരുമേനിയുടെ PRO ആയിട്ട് അച്ഛൻ വാക്ക് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമസ്കാരം. അച്ഛൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ ധന്യമായ ഒരു ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് കാരണം എന്തായിരുന്നു? എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നെ പ്രധാനമായും സ്വാധീനിച്ചത് എൻ്റെ വല്യമ്മച്ചിയാണ്. പള്ളിയിൽ വികാരി അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ കൊച്ചുമക്കളെ കുളിപ്പിച്ചൊരുക്കി പള്ളിയിൽ കൊണ്ടുപോവുകയും പള്ളിയിൽ ചെന്ന് ഞങ്ങളുടെ ബാല്യകാലത്ത് 2 രൂപ വിലയുള്ള മെഴുകുതിരി മേടിച്ച് ത്രോണോസിൽ കത്തിക്കാൻ കൊടുക്കിയൊരു പാരമ്പര്യം ഞങ്ങളുടെ വല്യമ്മച്ചിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അമ്മച്ചിയുണ്ട്, 99 വയസ്സുണ്ട്. അപ്പം അമ്മച്ചിയുടെ കൂടെയുള്ള ദേവാലയ യാത്രകൾ, കൺവെൻഷന് കൊണ്ടുപോകുന്നത്, അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധ മധുബായിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ദൈവവിളി ലഭിച്ചു. പരിശുദ്ധ മാത്യൂസ് ബാവ തിരുമനസ്സുകൊണ്ട് മധുബായ ശുശ്രൂഷയ്ക്കായി പ്രവേശിപ്പിച്ചു. അന്നു മുതൽ പരിശുദ്ധ ബാവ തിരുമേനി, അഭിയന്യ ഒസ്താത്യോസ് തിരുമേനി, ഈ പിതാക്കന്മാരെ കണ്ട് മധുബായ ശുശ്രൂഷ, നോമ്പ് ആചരണം, ഇത് കണ്ടപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും മനസ്സിനകത്തൊരു മോൾഡിങ് ഉണ്ടായി. ഒരു വൈദികനായാൽ ആഗ്രഹം മനസ്സിൽ ജനിച്ചു. അതാണ് പ്രധാനമായിട്ടും. ഇതെല്ലാം ബേസിക് എലമെന്റ് എൻ്റെ വല്യമ്മച്ചിയാണ്. ഓക്കെ, ഈ ശുശ്രൂഷയിലേക്ക് വരാം. അച്ഛൻ്റെ കുടുംബത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയുടെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പൻ്റെ മാവിയെ കെട്ടിച്ചയച്ചേക്കുന്ന ഒരു മഹാസാത്വികനായ മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ കുടുംബത്തിലേക്കാണ്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ വൈദികനാണ്. എൻ്റെ സഹോദരി ഭർത്താവ് വൈദികനാണ്. എൻ്റെ ഒരു അനുജൻ വൈദികനായിട്ടുണ്ട്. വൈദിക കുടുംബമായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. ഓക്കെ, പാരമ്പര്യമായി ഒരു ദർശനം ഉണ്ടായിരുന്നു, വല്യമ്മച്ചിയുടെ ഒരു ദർശനം ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ റോൾ എന്തായിരുന്നു അച്ഛനെ ഈ മിനിസ്ട്രിയിൽ കൊണ്ടുവരാനായിട്ട്? അവരെന്തൊക്കെയാണ് അച്ഛന് ചെയ്ത ധന്യമായ ശുശ്രൂഷകൾ? മാതാപിതാക്കളുടെ റോളിനേക്കാൾ വലുത് ഞാൻ പറഞ്ഞു വല്യമ്മച്ചിയുടെ റോള് തന്നെയാണ്. പക്ഷേ എൻ്റെ ആഗ്രഹവും ഇഷ്ടവും പറഞ്ഞപ്പോൾ അത് ഒരു എതിർപ്പും എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല. ദൈവ ഇഷ്ടമാണെങ്കിൽ വൈദികനായി ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ അവരെനിക്ക് തന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സന്യസ്ത വൈദികനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ പ്രകടിപ്പിച്ചപ്പോൾ ഒരു കാരണവശാലും പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. മറ്റേ ഓപ്പണായിട്ട് ഞങ്ങൾ പറയാം. അവർ പറഞ്ഞു സന്യാസ വൈദികനായിട്ട് ജീവിക്കാണ്ട് പറ്റുകയില്ല, അതുകൊണ്ട് വിവാഹിത പുരോഹിതനാകുന്നെങ്കിൽ ഞങ്ങൾക്കതിന് പൂർണ്ണ സപ്പോർട്ടാണ്, പിന്തുണയാണ്. അതാണ് വീട്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. മാതാപിതാക്കളുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഒരു കാര്യം റെസ്ട്രിക്ഷൻസ് പറഞ്ഞു, ഒരു പക്ഷേ അവരുടെ കുടുംബം നിലനിർത്തണം, തലമുറ നിലനിർത്തണം, കുടുംബജീവിതമുള്ളൊരു പട്ടക്കാരനാണ് അവർ പ്രതീക്ഷിച്ചത്. അച്ഛൻ എവിടെയാണ് പഠിച്ചത്? ഞാൻ എൻ്റെ KG സ്റ്റുഡൻ്റായി പഠിച്ചത് 7th ഡേയിലാണ്. അത് കഴിഞ്ഞിട്ട് 2, 3, 4, 5 പഠിച്ചത് അന്ന് മുത്തൂറ്റ് MGM എന്നറിയപ്പെടുന്ന, കൊച്ചMGM എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ക്രൈസ്റ്റില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ള വിദ്യാഭ്യാസം +2 വരെ MGM ഹയർ സെക്കൻഡറി സ്കൂള് തിരുവല്ലയിൽ. അതിനുശേഷം പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ ഡിഗ്രി ചെയ്തു. PG ജോയിൻ ചെയ്തു, പക്ഷേ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആ സമയത്തേക്ക് സെമിനാരി പോയോ? അതെ, സെമിനാരിലേക്ക് പോയി. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഓക്കെ, സെമിനാരി വിദ്യാഭ്യാസം കോട്ടയം പഴയ സെമിനാരിൽ പഠിച്ചു. ഓക്കെ, ഈ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുരോഹിതനുണ്ടാവും, ഇടവപ്പെട്ടക്കാരൻ, ധാരാളം ആളുകൾ ഇരുന്നിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൊച്ചു ബാലനായി ഓൾട്ടർ ബോയ് ആയിട്ട് കയറുന്ന കാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാലും അച്ഛനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച, സ്വാധീനിച്ച ഒരു മൽപ്പാനം ഉണ്ടാവും. എന്നെ ഞാൻ മധുബാൽ ശുശ്രൂഷ കയറുമ്പോൾ അന്നത്തെ വികാരി, ഇന്ന് ദൈവസ്ഥാനത്തിൽ വിശ്രമിക്കുന്ന ബഹുമാന ഉമ്മൻ മുരുങ്ങശ്ശേരിയച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് പ്രസംഗിക്കാനൊരു വേദി തരുന്നത് എൻ്റെ പേരപ്പൻ കൂടെയായിരിക്കുന്ന ബഹുമാനപ്പെട്ട VJ ഉമ്മനച്ചനാണ്. മധുബാൽ ശുശ്രൂഷകളായി കഴിഞ്ഞിട്ട് അദ്ദേഹം ഓരോ ആഴ്ചയും അദ്ദേഹം പോകുന്ന പള്ളിയിൽ എന്നെ കൊണ്ടുപോകും. കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ച് നമസ്കാരങ്ങൾ പങ്കെടുപ്പിച്ച്
ഓരോ ദിവസം വൈകുന്നേരങ്ങളിൽ പൗപ്പത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പറയും. അപ്പം അങ്ങനെ പ്രസംഗിച്ച് ദൈവം ഒരു കരുണ തന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രസംഗിക്കാണ്ട് ദൈവം അവസരം തന്നു. പ്രധാനപ്പെട്ടും BJ ഉമ്മനച്ചനാണ് അതിൻ്റെ കാരണക്കാരൻ. അദ്ദേഹത്തിൻ്റെ മകനെ പോലെ കൊണ്ട് നടന്ന് ഒരുപാട് വേദികൾ അദ്ദേഹം ഇരുന്ന പള്ളികളിൽ തന്നു. എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു വചനം അറിയാൻ വയ്യാത്ത പിള്ളേരെയും കൊണ്ട് പ്രസംഗിക്കേണ്ട കാര്യം എന്താ എന്നൊരു ചോദിച്ചു. പക്ഷേ അന്ന് ഞങ്ങൾ പറയും, അവരങ്ങനെ പറയും, പക്ഷേ ദൈവവചനം പ്രസംഗിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. എപ്പോഴും എനിക്ക് പ്രസംഗം ഇഷ്ടമുള്ളത് അഭിനന്ദനായ ഉസ്താദ് സിനിമേൻ്റെയാണ്. ഹൃദയത്തിൽ ആണി അടിച്ച് കയറുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രസംഗത്തിൽ ചിരിയില്ല. ഇന്നത്തെ പോലെ ഞാനും പ്രസംഗിപ്പം ചിരിപ്പിക്കും, പക്ഷേ ചിരിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ കരയും, സ്വർണ്ണം ഊരിയിടും, അത് സ്ത്രീയും പുരുഷനും ആയിക്കോട്ടെ ഊരിയിടും. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അഭിനന്ദന ഉസ്താദ് സിനിമേനയുടെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളും സ്വാധീനം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും BJ ഉമ്മനച്ചനാണ് ഈ ഒരു മൽപ്പാൻ സാധന എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രോത്സാഹനം തന്ന ഈ ഒരു നിലയിലാകാൻ പ്രധാന കാരണക്കാരൻ. ഓക്കെ, ഈ ഭാഗ്യസ്മരണീയനായ ഉസ്താദ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ചിന്താധാരകളും അതുപോലെ തന്നെ വിപ്ലവാശയങ്ങളും വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. തൃത്വത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, തൃത്വത്തിൻ്റെ യൂണിറ്റി, അതുപോലെ തന്നെ ക്ലാസ്ലെസ് സൊസൈറ്റി. അച്ഛൻ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ പറ്റുമോ? ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപം ഈ ഭൂമിയിൽ പ്രതിഫലിപ്പിച്ച ആളാണ് ഉസ്താദ് തിരുമേനി. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്ലെസ് സൊസൈറ്റി അദ്ദേഹത്തോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ, അതായത് സെമിനാരിൽ പോകുവാൻ ആഗ്രഹവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പല പ്രാവശ്യമായി സംസാരിച്ച സമയങ്ങളിൽ ഞങ്ങൾ വലിയ തിരുമേനി എന്നാണ് വിളിക്കുന്നത്, അല്ലെ തിരുമേനി അപ്പച്ചൻ. അപ്പോൾ ആദ്യം എനിക്ക് സെമിനാരിൽ അഡ്മിഷൻ കിട്ടിയില്ല. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് തന്നെ പാസ്സാകാൻ പറ്റിയില്ല. കാര്യം എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ കരഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ TTC ഓട്ടോണ ബിഷപ്പായില്ലേ, എനിക്ക് ഡോക്ടറേറ്റ് ഇല്ലയോ എന്ന് പറഞ്ഞ്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു വൈദികനായിട്ട് ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. അതായത് ജാതീയ മതത്തിൻ്റെ അപ്പുറം സ്നേഹമെന്ന ഭാവത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ എല്ലാം രക്തത്തിൻ്റെ നിറം ഒന്നാണെന്നും നാം ശ്വസിക്കുന്ന വായു ഒന്നാണെന്നും നാം കുടിക്കുന്ന വെള്ളത്തിൻ്റെ സ്വാദും ഗുണവും ഒന്നാണെന്നും നമ്മളെല്ലാവരും ഒരിക്കൽ മരണത്തിന് കീഴ്പ്പെടണമെന്നുള്ള പൂർണ്ണമായ ബോധമുണ്ടെങ്കിലേ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി ദൈവസ്നേഹത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അപ്പുറം ഒരു വിപ്ലവകരാശയം ജീവിതത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതുതന്നെ തിരുമേനി കാണിച്ചത്. തൻ്റെ അന്ത്യയാത്ര പോലും അനേകർക്ക് വസ്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം നിർവഹിച്ചത്. റീത്ത് വെപ്പിച്ചില്ല. തിരുമേനിയുടെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളോട് വേദപുസ്തകം വായിപ്പിക്കും. വേദപുസ്തകം വായിപ്പിച്ചാൽ നമ്മൾ ചിലപ്പം വായിക്കും തെറ്റാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറയും. അത് ഇംഗ്ലീഷാണെങ്കിലും മലയാളമാണെങ്കിലും. പണ്ഡിതനായിരുന്നു. തിരുമേനിയുടെ സ്വാധീനം ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തിരുമേനിയുടെ പുസ്തകങ്ങൾ തന്നെ ഞാൻ ചെയ്ത തീസിസ് സെമിനാർ ചെയ്തത് തിയോളജി ഓഫ് ലവ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ഗ്യൂറിക്സ് മറസ്താത്തിയോസ്, എ കമ്പാരിറ്റീവ് സ്റ്റഡി വിത്ത് ഇന്ത്യൻ ഫിലോസഫി അതാ ചെയ്തത്. പക്ഷേ ഇന്ത്യൻ ഫിലോസഫി അഗാധമായ ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു കൊണിശത്ത് പോലും വരാൻ നമുക്ക് പറ്റുകയില്ല. എങ്കിലും നമ്മുടെ പരിധിക്കൊത്ത പോലെ നിന്ന് ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയുമായിട്ടൊക്കെ തിരുമേനി തത്വങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് BD തീസിസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമായില്ല, പറ്റിയില്ല. തിരുമേനിയുടെ ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, യൂണിറ്റിയെ പറ്റി. അത് ഈ ക്ലാസ്ലെസ് സൊസൈറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അച്ഛൻ്റെ ഒപ്പീനിയൻ എന്തായിരുന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? തിരുമേനി ഈ തൃത്വദൈവത്തെ പറ്റി എൻ്റെ പരിധിയിൽ മനസ്സിലാക്കുന്നത് കപ്പുതൂക്കിന് പിതാക്കന്മാരാണല്ലോ, കാൽസിൻ ഫാദേഴ്സ് ആണല്ലോ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പിതാക്കന്മാരുടെ പഠിപ്പിക്കുന്നോട് ചേർന്ന് നിന്ന് തന്നെ തിരുമേനി സംസാരിച്ചപ്പോഴും അതിനകത്ത് ഉള്ള ദൈവദർശനം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ദൈവദർശനം എന്ന് പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് ബന്ധപ്പെട്ടാൽ എന്താ വർഗ വ്യത്യാസം
ദൈവത്തിന് അങ്ങനെ ഇല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നുള്ള തിരുമേൻ്റെ തിയോളജി അത്രയിതം പറഞ്ഞാലും ട്രിനിറ്റേറിയൻ തിയോളജി പറഞ്ഞാലും തിരുമേനി പറയുന്ന സ്നേഹം, ബേസ് സ്നേഹമാണ്. എല്ലാത്തിൻ്റെ ബേസ് തിരുമേൻ്റെ സ്നേഹമാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചോ മനസ്സിലാക്കിയതാണ്. അത് എത്രയും പൂർണ്ണമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ തൃത്വദൈവത്തെ ഈ കാൽസിൻ ഫാദേഴ്സ് ഒന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുത്തത്, ഒരു വീട്ടിൽ അപ്പൻ്റെ സ്ഥാനത്ത് പിതാവാൻ ദൈവവും, അമ്മയുടെ സ്ഥാനത്ത് പുത്രനാം ദൈവവും, മക്കളുടെ സ്ഥാനത്ത് പരിശുദ്ധ റൂഹായാൻ ദൈവം എന്ന ഒരു വലിയ ബോണ്ടിനെ പറ്റി പറഞ്ഞു. ഈ 3 ബോണ്ടിനകത്ത് സ്നേഹത്തിൻ്റെ, അതായത് സ്വാർത്ഥപരമായ സ്നേഹമില്ല, അഗാപ്പയാണ്. അപ്പൻ അമ്മ മക്കൾ എന്നുള്ള അഗാപ്പയ സ്നേഹമാണ്. ആ സ്നേഹമാണ് തൃത്വദൈവം. അതാണ് മനുഷ്യനിൽ ഉണ്ടാവേണ്ടത് എന്ന് തിരുമേനി പഠിപ്പിച്ചത്. എൻ്റെ മനസ്സിൽ ശരി തെറ്റ് എനിക്കറിയില്ല, എവിടെയോ ഇങ്ങ് കിടക്കുന്ന എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശരിയായിട്ടുള്ള കാര്യമാണത്. അച്ഛനൊരു പുരോഹിത ദർശനമായി ഈ പറയുന്നതും വിവേചനങ്ങളില്ലാത്ത സ്നേഹം മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം വരുന്നില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലേ സമൂഹം? അതിനോട് എന്താണ് അച്ഛന് പറയാം? ഒരു ദുഃഖം ഉണ്ടാവുന്നില്ലേ ഇതിനെക്കുറിച്ച്? അതെങ്ങനെയാണ് അച്ഛൻ പ്രതികരിക്കുന്നത്? ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ദുഃഖമുണ്ട്. കാരണം ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ഓഫീസിലാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ഒരു സഹോദരൻ പദ്ധതി എന്നൊരു പ്രസ്ഥാനമുണ്ട്. 2 വർഷം കൊണ്ട് 12.5 കോടി രൂപ അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് എത്തിച്ചു. അത് എന്നെ സംബന്ധിച്ച് ആ പരിശുദ്ധ പിതാവിനോടുള്ള എൻ്റെ അഭിമാനമാണ്. അത് ഒരു സഭയുടെ അഭിമാനമല്ല, ആ പരിശുദ്ധ ബാവാ തിരുമേനി കാണിച്ചു തന്ന ഒരു അഭിമാനമാണ്. അവിടെയും കടന്നു വരുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടുകയാണ്. ദേവാലയ അരമന എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സുകാരൻ്റെ കേന്ദ്രമാണ്. പക്ഷേ അവിടെ ഓർത്തഡോക്സുകാരനല്ല വരുന്നത്. പക്ഷെ അവിടെ വരുന്ന എല്ലാ മനുഷ്യനെയും ഒരേ പരിഗണനയോടെ കണ്ട് അവർക്ക് ആവശ്യമായത് കൊടുത്തു വിടുന്നതിനെല്ലാം സാക്ഷിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എല്ലാ സഭകളും തീരുമാനിച്ച് നിശ്ചയിച്ചാൽ, സഭയോട് നിൽക്കട്ടെ, ഞാനൊരു പുരോഹിതനാണ്, എൻ്റെ പരിസരത്തുള്ളവനെ അത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, അവനെ ഒന്ന് പരിഗണിക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ഭൂമി സ്വർഗമായിട്ട് മാറും. പ്രളയം വന്നു, ഞാൻ പുറത്തിറങ്ങി നടന്ന വൈദികനാണ്. എൻ്റെ കമ്മീസ് ഒരു ബ്രാഹ്മണന് ഊരിക്കൊടുത്തവനാണ് ഞാൻ. എൻ്റെ കൂടെ ഏകദേശം 730 ഫാമിലി MGM സ്കൂളിൽ താമസിച്ചാണ്. അത് 2 ദിവസങ്ങളിലൊന്നും സർക്കാരിൽ നിന്നോ നിന്നോ കിട്ടാതെ വന്നപ്പോൾ ബോർഡിങ്ങിൽ കുട്ടികൾക്ക് വെച്ചിരുന്ന അരിയും സാധനം എടുത്ത് ഉപയോഗിച്ച് എൻ്റെ വസ്ത്രങ്ങൾ ഊരിക്കൊടുത്ത് അവരെ ഒന്നും നോക്കിയ ഒരു വൈദികനാണ് ഞാൻ. എൻ്റെ പോഴ്ചയല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇന്നും ഈ 740 ഫാമിലികളിൽ അത് ഹൈന്ദവനുണ്ട്, മുസ്ലിമുണ്ട്, എല്ലാ ജാതിപ്പെട്ടവരുണ്ട്. അവർക്കൊരാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരും. അതിൽ പരം ഒരു തൃപ്തി എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പുരോഹിതൻ ഒരു മനുഷ്യനാണ് അല്ലേ? തീർച്ചയായും. അതല്ലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യം. പുരോഹിതൻ നമ്മുടെ ദേശത്തെ പട്ടക്കാരനായി വർക്ക് ചെയ്യുമ്പോൾ മനുഷ്യത്വമുള്ളവനാവണം, കണ്ണിൽ കാരുണ്യമുള്ള. അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയുന്നത്? ഈ പറഞ്ഞ അതിനോട് കൂട്ടിച്ചേർത്ത്. തീർച്ചയായിട്ടും അച്ഛാ, ഈ ഒരു പുരോഹിതൻ കരുണയില്ലാത്തവനാണെങ്കിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന് വെറുപ്പ് പാപത്തോട് മാത്രമേ ഉള്ളൂ. അവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ മനസാക്ഷിയും ദൈവത്തിൻ്റെ മനസാക്ഷിയും കൂട്ടി ചിന്തിച്ചാൽ ക്രിസ്തു ഒരിക്കലും പഴയകാല ജീവിതം നോക്കിയവനല്ല. ഒരു പുരോഹിതനായ ഞാനും നമ്മുടെ സമൂഹമൊക്കെ ഇപ്പം പഴയത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വേർകൃത്യത്തോടെ പലപ്പോഴും പലതിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചെയ്യുന്ന സംസ്കരണം നമുക്കുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറം അവൻ നമ്മളൊന്ന് ഇടപെട്ടാൽ രക്ഷപ്പെടുമെന്നുള്ള ബോധ്യതയോടെ ഇടപെട്ടാൽ സമൂഹം നന്നാവും. അതെ അച്ഛാ, നമ്മൾ ജീവിച്ച സാഹചര്യം, നമ്മുടെ കുടുംബം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വല്യമ്മച്ചിയിൽ കൂടെയും പൗലോസ്ലീഹയൊക്കെ തിമോഥെയോസിനോട് പറയുന്ന പോലെ വല്യമ്മച്ചിയിൽ നിന്ന് പഠിച്ചതും മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതും ഉണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന നാട്ടുനന്മയിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, അയലത്തേക്ക് ഇച്ചിരി തീ കൊടുക്കുക. അത് ഊഷ്മാവായി സ്നേഹമായി മറ്റുള്ള ആളുകളിന് സഹായമായി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് നമ്മുടെ ഒരു പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അതുതന്നെയാണ് ഇന്ന് നമ്മൾ ഊട്ടി പരിപോഷിപ്പിക്കുന്നത്. അപ്പം നമ്മിൽ മനുഷ്യത്വം ഉണ്ടാവണമെന്ന് അച്ഛൻ പറഞ്ഞതും നമ്മളെല്ലാം പറയുന്നതും ഈ മതിൽ സംസ്കാരത്തിലായി പോയി. അതാണ്
വെള്ളപ്പൊക്കത്തിന് അതെല്ലാം തകർന്നു പോയി. എല്ലാം തകർന്നു പോയി. പക്ഷെ വീണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അത് തന്നെ, വീണ്ടും അവൻ മതിൽ സംസ്കാരത്തിലേക്ക് മാറി. ഇത് ഞാൻ വേറെ അർത്ഥത്തിൽ ചോദിക്കണം. നമ്മൾ രണ്ടും രണ്ട് സഭയുടെ പ്രതിനിധികളാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് സഭകൾ ഒന്നാവണം എന്ന് പറയുമ്പോൾ യൂണിറ്റി, ഐക്യം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഐക്യം, എക്യുമെനിസത്തെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ. എങ്ങനെയാണ് അത് ഒന്ന് പ്രായോഗികമാക്കാനായിട്ട് പറ്റുക? എക്യുമെനിസം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രായോഗികമാക്കുക വലിയ പാടാണ്. ശരിയല്ലേ? ഞാൻ ഫ്രാങ്ക് ആയിട്ടങ്ങ് പറയാം. എക്യുമെനിസം അതിൻ്റെ ആ സ്മൂത്ത്നെസ്സിലേക്ക് വരാൻ വലിയ പാടാണ്. നമ്മൾ ഭൗതികമായി പുറമേ കാണുമ്പോൾ എക്യുമെനിസമാണ് എന്നൊക്കെ പറയുന്നല്ലാതെ, ഇപ്പം ഞാൻ പറയുന്നത് അച്ഛൻ നിൽക്കുന്ന മാർത്തോമ സഭയിൽ, ഞാൻ നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ വിശ്വാസവും ആചാരമെല്ലാം ആ രീതി തന്നെ പോട്ടെ. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരു സ്നേഹ സൗഹൃദം ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പുലാത്തിനിൽ പോയോ ഇവിടെ മേരിഗിരി അരമനെ പോയോ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്കത് കിട്ടും. എൻ്റെ എക്യുമെനിസം അതാണ്. അത് എനിക്ക് വേണ്ടിയല്ല പോകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും പോകുന്നത്. കാരണം ഞാൻ തിരുവല്ലക്കാരനായതുകൊണ്ട് ഇവിടെയുള്ള കത്തോലിക്ക സഭയിലെയും മാർത്തോമ സഭയിലെയും ഒരുമാതിരിപ്പെട്ട വൈദികരുമായിട്ട് എനിക്കൊരു സ്നേഹബന്ധമുണ്ട്. എൻ്റെ എക്യുമെനിസം അതാണ്. ഞാൻ പ്രസംഗിക്കാറില്ല. അപ്പം അവിടെ അച്ഛനോട് പറയണം, അച്ഛന് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ തിരിച്ചു തരണം. അപ്പം ആ യൂണിറ്റി നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആളുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ദൈവിക ബോധമുണ്ട്. ഞാൻ അതിന് എക്യുമെനിസം മനസ്സിലാക്കുന്നത്. അത് ദൈവകൃപയാണ്. ഈ ഭാഗത്തുള്ള അച്ഛന്മാരോടെല്ലാം ദൈവം കരുണ ചെയ്ത് എനിക്കൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് വേലിക്കെട്ടുകൾ ഉണ്ടാവാം. ഞാനെപ്പോഴും പറയുന്നത് പാടത്തില് പച്ചപ്പാണ് കിടക്കുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ, പക്ഷെ അതിൻ്റെ ഇടയ്ക്കെല്ലാം വരമ്പുണ്ട് എന്ന് പറയുന്നത് ഫെയ്ത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കൊരു വിശാല മനസ്സുണ്ടാവും. അച്ഛൻ്റെ ലൈഫിൽ ഈ ചെറുപ്പം മുതലേ ഈ കാരുണ്യത്തിൻ്റെ കഥകൾ പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ ബൈബിളിൽ നമ്മൾ പഠിച്ചിരുന്നു സഭകൾക്ക് അതീതമായി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ്? ഈ ഒരു തുറന്ന മനസ്സുകൾക്ക് എന്താ തടസ്സമായിട്ട് നിൽക്കുന്നത്? പക്ഷേ ഇന്നത്തെ ഒരു കാര്യം നമ്മുടെ മനോഭാവമാണ്. എനിക്ക് മനസ്സ് തോന്നിയത്, ഞാൻ ഒരു സമ്പന്നനായി ജനിച്ച ആളാണ്, തുറന്നു പറയാം. പക്ഷെ ഇടക്കാലം അതൊന്നുമില്ലാതെ പെരുവഴി ഇറങ്ങേണ്ടി വന്നു. അന്ന് എൻ്റെ വീടിനെ ചേർത്ത് നിർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അനുഭവിച്ചത് കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ പ്രോമിസാണ്, നിനക്ക് പ്രാപ്തിയുള്ളിടത്തോളം കാലം നീ ചെയ്തു കൊടുത്തിരിക്കണം, ഷെയർ ചെയ്യണം. എനിക്ക് എൻ്റെ ഒരു ആവശ്യ സമയത്ത് എന്നെ താങ്ങിയ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, അൺഎക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിക്കാത്തവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്യണമെന്നുള്ള അന്നെടുത്തൊരു തീരുമാനമാണ്. ദൈവം എനിക്ക് ഏത് നിലയാക്കിയാലും ചെയ്യണമെന്നുള്ളത്. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുതെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ നഷ്ടപ്പെടുത്തി പരസ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ കാരുണ്യ പ്രവർത്തികളായി പോകുന്നത് ദുഃഖകരമാണ്. ഞാനും പല കാര്യം ചെയ്തു. പക്ഷെ ഒരു കുഞ്ഞുങ്ങൾ പോലും, കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ ഫേസ്ബുക്കിൽ ഇട്ട ഇത്രാമത്തെ വീട്, ഞാനത് പേഴ്സണലി കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ വീട് വെച്ച് ഒരുപാട് പേരുണ്ടച്ചാ, പക്ഷെ അത് ദൈവനീതിയല്ല, പരസ്യപ്പെടുന്നു. നമ്മുടെ ആഗ്രഹം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് പബ്ലിസിറ്റിയാണ്, കാരുണ്യത്തിൻ്റെ പേര് പബ്ലിസിറ്റിയാണ്. പക്ഷെ അതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പള്ളിയിലാണെങ്കിൽ പോലും, ഞാൻ സഭയെ പോലും അറിയിച്ചത്. എനിക്ക് വേണമെങ്കിൽ ബെസ്റ്റ് യൂണിറ്റിൻ്റെ അവാർഡ് മേടിക്കാം ഈ യൂത്ത് യുവന പ്രസ്ഥാനത്തിൻ്റെ. ഞങ്ങൾ കുറേ വർഷം കൊണ്ട് ഒരു കോളനി ഞാനും 40 പിള്ളേരുടെ അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മരുന്ന്, ആഹാരം, വെള്ളം, മെഡിക്കൽ എയ്ഡ്സ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ആരും അറിയിക്കത്തില്ല. ഞാൻ പിള്ളേർ പറഞ്ഞതാ, ആരും അറിയരുത്. പബ്ലിസിറ്റി എന്ന ഭാഗം മാറിയെങ്കിൽ ഈ കാരുണ്യം നന്നായി നടക്കത്തുള്ളൂ. അച്ഛാ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ നമ്മൾ ദാനം കൊടുക്കുന്നത്, അത് ഞാനും പറയാറുണ്ട്, ദാനം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരാളെ കൊച്ചാക്കുകയാണ്, അവൻ്റെ ആത്മാഭിമാനം തകർക്കുകയാണ്. അച്ഛൻ ഇത് പറഞ്ഞെങ്കിൽ ഒരു പ്രോഫറ്റിക് മിഷനാണത്, ഒരു പ്രവാചകൻ്റെ ദൗത്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പുരോഹിതൻ ഒരു പ്രോഫറ്റ് ആയിരിക്കണം? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പുരോഹിതൻ ഒരു പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ വക്താവണം, പ്രോഫറ്റ് ആയിരിക്കണം. അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ പറയുന്നത്? പുരോഹിതൻ
സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും അവനോട് ഉപദേശം ചോദിച്ചു പഠിക്കേണ്ടതുമെന്ന് മലാക്കി പ്രവചനം പഠിപ്പിക്കുന്നു അല്ലേ? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. ദൈവത്തിൻ്റെ നീതിക്ക് മുഖപക്ഷമില്ല. ശരിയല്ലേ? പൗരോഹിത്യത്തെ പറ്റി ഞാൻ വായിച്ച് മനസ്സിലാക്കിയ സിമ്പിളൊരു കാര്യമുണ്ട്. മൺകൂടാരത്തിൽ നിക്ഷേപിക്കപ്പെട്ട നിധിയാണ് പൗരോഹിത്യം. ആ ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ നീതി പോലെ ക്ഷമിക്കുവാനും എന്നാൽ വേർകൃത്യമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും പറയുവാനുള്ള പ്രവാചക ശബ്ദം ഒരു പുരോഹിതനുണ്ടായിരിക്കണം. ഈ അടുത്ത സമയത്ത് കൊലപാതകം നടത്തിയ ഒരു ജുവനൽ ഹോമിൽ ആയിരിക്കുന്ന ഒരു 16 വയസ്സുകാരനെ കാണേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായി. ആ കുഞ്ഞിനോട് കുറേ സമയം സംസാരിച്ചു. ഞാൻ വേറെ ആവശ്യം വേണ്ടി അവിടെ ചെന്നതാണ്. പക്ഷേ ഈ കുഞ്ഞിനോട് ചോദിച്ചു, ഫാദർ ക്ലാസ് എടുക്കാൻ വന്നതാണോ? നല്ല മോനെ. ഞാൻ കുറേ സമയം അവൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞാൻ ലാസ്റ്റ് അവൻ ചോദിച്ചു, എന്താ മോൻ്റെ കുഴപ്പം? അവൻ പറഞ്ഞു, ഞാൻ പപ്പയെ കൊന്നു. എൻ്റെ പപ്പയെ കൊന്നു. അത് അവൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ അമ്മയെ അപ്പൻ ചവിട്ടി താഴെ ഇട്ടു. അവൻ വിചാരിച്ചു അമ്മ മരിച്ചെന്ന്. പുറത്ത് പോയി കടലിൻ്റെ കപ്പി കൊണ്ട് അപ്പൻ തല്ലി പൊട്ടിച്ചു. ദേഷ്യം കൊണ്ട് അപ്പം മരിച്ചുപോയി. കുഞ്ഞ് കൗൺസിലിങ്ങിനായിട്ട് ജോയിൻ്റ് ഹോമിലാണ്. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞ കാര്യമുണ്ട്, ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ മദ്യപാനിയായ അപ്പൻ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ഒന്ന് കയറി വന്ന് ചോദിക്കാൻ അച്ഛനോ അധ്യാപകരോ എൻ്റെ അയൽവാസികളോ എൻ്റെ വാർഡ് മെമ്പറോ ആരുമില്ലായിരുന്നു. ഒരിക്കലെങ്കിലും ഇതിലൊരാളെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. ഒരു പക്ഷേ ആരും ഇടപെട്ടിരുന്നെങ്കിൽ എൻ്റെ വീടൊന്ന് മാറിപ്പോയനായിരുന്നു. അത് അച്ഛനെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറ്റബോധം തോന്നി. ഞാനും പലയിടത്ത് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കാരണം അവരുടെ കാര്യമല്ലേ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതാവരുത്. ഒരു പള്ളിയിൽ ഒരു വൈദികൻ 200 വീടല്ല 100 വീടല്ല 10 വീടുണ്ടെങ്കിൽ ആ 10 വീടിലും വൈദികൻ ഇടപെടണം. അവിടുത്തെ അനീതി എന്താ, തിന്മ എന്താ, വൈദികൻ വിമർശിക്കണം, പറഞ്ഞു കൊടുക്കണം. പുരോഹിതന്റെ പക്കത്തിൽ ഉപദേശമുണ്ട്. ആ ഉപദേശം ചോദിച്ചു പറയാനും പറഞ്ഞു കൊടുക്കാനുള്ള ധാർമ്മികത നമുക്കുണ്ട്. അതുകൊണ്ടൊരു പുരോഹിതൻ ദൈവത്തിൻ്റെ നീതി എന്താണോ ആ നീതി പെർഫെക്റ്റ് വോയിസ് ആയിട്ട് പറയാനായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ടാകണമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ പ്രസംഗം പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ ചോദ്യം വന്നാൽ നമ്മളൊരു ഫാദറാണല്ലോ, ഫാദറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മക്കളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ചെയ്യണം. വെച്ചാൽ നമ്മൾ ബലിപീഠങ്ങളിൽ അൾത്താരയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നവരാണ്. ബലിയായവനെ ബലിപീഠത്തിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നവർ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, പ്രതിസന്ധി ഞാനങ്ങ് പറയുകയാണ്, വേദനകളും ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. ജീവിതത്തിലെ ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ പ്രസംഗങ്ങളിൽ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ജീവനുള്ള ബലി അനുഭവമായിട്ടുണ്ടോ? പലരും ഉണ്ടാതിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയും, എനിക്കത് അനുഭവമായിട്ടുണ്ട്. സൗഖ്യം എൻ്റെ ഒന്നാമത്തെ സൗഖ്യം, ഞാൻ 3 നില താഴെ വീണ് നടുവ് പൊട്ടി ഡോക്ടർ പുഷ്പരി ഹോസ്പിറ്റലിൽ നടക്കില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ദൈവം നടത്തി. 10 വർഷമായിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. ഒരു ചെറിയ തമാശ പറഞ്ഞത്, എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് ദൈവം ഇടയാക്കി. അത് വിശുദ്ധ കുർബാന കൊണ്ട് മാത്രം വിശ്വസിക്കുക. ഡോക്ടേഴ്സ് 10 വർഷം ശേഷം ക്യാരിങ് ആയി കഴിഞ്ഞ ഡോക്ടേഴ്സ് ഓരോ മാസവും പറയുന്നത് ഇനിയും അത് മുന്നോട്ട് പോകില്ല, അബോർട്ട് ചെയ്യണം എന്ന് പറയാണ്. പക്ഷേ എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യമുണ്ട്, അച്ഛാ എനിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കണം. 5-ാം മാസം വിശുദ്ധ കുർബാന അനുഭവിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, യൂട്രസ് മുഴുവൻ അക്രീറ്റായാണ്, സെൻട്രൽ പ്ലാസൻ്റ് അക്രീറ്റാന്ന് പറയും. ബ്ലഡ് യൂട്രസ് നിറഞ്ഞ് കിടക്കുക, വേര് പോലെ ഇരിക്കുകയാണ്. കുഞ്ഞിന് മൂവ്മെൻറ്റ് ഇല്ലാതെ വരും. കുഞ്ഞ് അതിനകത്ത് ശ്വാസം മുട്ടും. അതാണ് പ്രശ്നം. 5-ാം മാസം അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ് എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കണം. ഞാൻ ബാംഗ്ലൂരുണ്ട്, എൻ്റെ സഹോദരി ഭർത്താവ് അനിയനച്ഛനുണ്ട്. ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ബലി കൊടുത്തു. ഭക്ഷിച്ച് കഴിഞ്ഞു. നടുവേദന ആരംഭിക്കുന്നു. ഭയങ്കരമായ നടുവേദന, ഉടുപ്പങ്ങനെ ബ്ലീഡിങ് ആകുന്നു. ഡോക്ടർമാർ പറഞ്ഞു, അപ്പോളോ ഹോസ്പിറ്റലിൽ ശേഷാധിപുരം ബാംഗ്ലൂരിൽ അമ്മയും കുഞ്ഞും മരിക്കും. മരണത്തിൻ്റെ തണുത്ത താഴ്വരയിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവന്നു. സ്കാനിങ് കഴിഞ്ഞ ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ പറയുന്നത് സംതിങ് പ്രഷ്യസ്, എന്തോ അതിൽ വയറ്റിൽ ചെന്നു.
അക്രീറ്റ എല്ലാം മാറിപ്പോയി. കുഞ്ഞൊക്കെയാണ്, അമ്മയൊക്കെയാണ്. ഓക്കെ. അത് ഞാൻ വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. സൗഖ്യദായക ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ വീട്ടിൽ 8 മാസം പ്രായമായ ഒരു കുഞ്ഞിരിക്കുന്നതെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടതാണ്. ഓക്കെ. അവിടെയാണ് ബലിപീഠവും വൈദികനുള്ള ബന്ധം. പല ദിവസങ്ങൾ ഞാൻ പക്ഷേ അച്ഛാ ഇന്നേ വരെ എനിക്കൊരു കുഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഈ നിമിഷം വരെ എനിക്ക് ഞാൻ ഒരു നേർച്ച നടന്നിട്ടില്ല. ഒരുപാട് പേര് നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥന, എൻ്റെ ഇടവക്കാരുൾപ്പെടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പേരൻസ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നവരെ ദൈവം എനിക്കൊരു തലമുറ തന്നെ പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഞാൻ 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ബലിപീഠത്തിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ പേര് വിശുദ്ധ കുർബാനയ്ക്ക് ഓർക്കും. ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നെ മാനിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്നുള്ളത് വീട്ടിൽ ആരൊക്കെ? കൊച്ചമ്മ, എൻ്റെ പപ്പ, മമ്മി, വൈഫ്, കുഞ്ഞ്, അനിയനും വൈഫും കുഞ്ഞുമാണ്. ഓക്കെ. ഓക്കെ. ഈ 10 വർഷമേ ആയുള്ളൂ എന്ന് പറഞ്ഞു. 10 വർഷം തന്നെ അത് ഒരു വലിയ പീരീഡാണ്. ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു മിനിസ്ട്രി ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ 10 വർഷം മക്കളില്ല എന്നുള്ളത് അത് എന്നെയും എൻ്റെ ഭാര്യയും ലേശം ബാധിച്ചിട്ടില്ല. റൈറ്റ്. ദൈവത്തിൻ്റെ ഹിതം. ഇതുവരെ ഞങ്ങളെ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഞങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും വീടുകളിൽ നിന്ന് അങ്ങനെ യാതൊരു പ്രഷറും ഉണ്ടായിട്ടില്ല. ഞാൻ ഇടപെടുന്ന കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞാൻ അച്ഛൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ അറിയാമോ? കർത്താവേ, വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് ഇറങ്ങി ചിരിച്ചുകൊണ്ട് വന്ന് മരിക്കണം. ബലി അർപ്പിച്ച പിന്നെ പാവമില്ലല്ലോ, ചിരിച്ചുകൊണ്ട് മരിക്കണം. ആ ഒരു സാഹചര്യം മാത്രമേ ദൈവത്തെ ചോദിച്ച് മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മിനിസ്ട്രി എന്നെ സംബന്ധിച്ച് 100% ഞാൻ തൃപ്തനാണ്. എന്നെ സ്നേഹിച്ച ഒരുപാട് വൈദികരും ഒരുപാട് അൽമായക്കാരും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, മക്കളുണ്ടാവത്തില്ലെങ്കിൽ പോലും മക്കളുടെ സ്ഥാനത്ത് നിൽക്കാനുള്ളവർ എനിക്കുണ്ട്. ഒരുപാട് പേരുണ്ട്, നമുക്ക് മക്കൾ ഒരുപാടുണ്ട്. മക്കളുടെ സ്ഥാനത്ത് നിൽക്കാനുള്ളവർ എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു അനിയനോട്, സഹോദരനോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ നീ വേണം എൻ്റെ മുഖം മൂടാൻ എന്ന് വരെ ഞാൻ കൃത്യമായി പറഞ്ഞ്. കാരണം എനിക്ക് അത് പറയാൻ കാരണം എന്താ, എനിക്ക് അത്രമേൽ സ്വാതന്ത്ര്യവും സ്നേഹവും കരുതലും അവൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവും. അപ്പം ആ ഒരു ഈ സൊസൈറ്റി എനിക്ക് തന്ന, ഈ സമൂഹം എനിക്ക് തന്ന ഒരു അപാരമായൊരു സപ്പോർട്ടുണ്ട്. അത് ഈ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് കിട്ടും. തീർച്ചയായിട്ടും ഇതുകൊണ്ട് മാത്രം കിട്ടിയാണ്. ഇത് കിട്ടാതെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 100% ഞാൻ ശുശ്രൂഷയിൽ സംതൃപ്തനാണ്. സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്. അതെ. പിന്നെ അത് തന്നെ വെച്ചാൽ നമുക്കെന്ത് കഴിവുണ്ടായിട്ടാണ് നമ്മൾ ഈ നിലയിലായത്? 1. 2, ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ ദൈവം യോഗ്യതയിൽ കൊണ്ട് നടത്തി അയക്കുകയാണ്. അത് വലിയ, ഞാൻ ചിലപ്പോൾ ഒക്കെ വസ്തുവിനെ പറയും, അതെ 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങൾ എൻ്റെ ഇടവമിത്ര പോലത്തെ ക്രിസോസ്റ്റമസ് തിരുമേനി ഒരു സ്വാധീനമുള്ള ആളാണ്. കുറേ കാര്യങ്ങളുണ്ട്. തിരുമേനി മിതത്വം. ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ വന്നാൽ അച്ഛൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത ലൈറ്റും തിരുമേനി ഓഫ് ചെയ്യും. അത് പൊതുവിൻ്റെയാണ്, സമൂഹത്തിൻ്റെയാണ്. പിന്നെ അതുപോലെ എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹം എഴുതി ഒരു നിമിഷം പോലും വെറുതെ എഴുതി തയ്യാറാക്കും. പണം ദുർവ്യയം ചെയ്യത്തില്ല. പണത്തിൻ്റെ ട്രാൻസ്പെറൻസി, അത് കണ്ടുപഠിക്കേണ്ട, പണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ സുതാര്യത. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിങ്ങനെ പലരും ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലൊക്കെ ആകണമെന്നാണ് എൻ്റെ ജീവിതത്തിന് ആഗ്രഹം. കാരണം പലരുടെ നല്ല ഗുണങ്ങൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരാളിൽ അത് എക്സ്പോസ് ചെയ്യാണ്ട പറ്റുന്നതിൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ 100% എൻ്റെ മനസ്സിൽ തൃപ്തനാണ്. സങ്കടങ്ങൾ വരുമ്പോൾ പള്ളിയിൽ പോയി കഥ കളച്ച് ഫോണോസ് ബലിയുടെ മുമ്പ് നിന്ന് പ്രാർത്ഥിക്കും. സങ്കടം ദൈവം മാറ്റിത്തരും. അച്ഛാ, ഇത്രയും നേരം അച്ഛൻ്റെ ദർശനങ്ങളും അനുഭവങ്ങളും പ്രചോദിപ്പിച്ച വഴികളും അനുസ്മരിക്കാനിടയായി അച്ഛനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പുരോഹിത ദർശനത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.